ഒരു പിറന്നാൾ ആഘോഷം. സമയം രാത്രി 8 മണി കഴിഞ്ഞു. ഗ്രാമത്തിലെ ഈസ്റ്റർ ആഘോഷങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ അന്നയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അവരുടെ വീടിനോട് ചേർന്നുള്ള വയലില് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കൊക്കിനോട് സാമ്യമുള്ള ഒരു തരം പക്ഷിയെ കാണാം. കൂർക്കെ എന്നാണ് ഇതിന്റെ പേര്. ഇത് കണ്ടോ, അന്നയുടെ വീടിന്റെ വാതിക്കല് ഒരു പാത്രം നിറയെ പൈൻകോൺ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ മുറ്റത്ത് നിന്നിരുന്ന ആപ്പിൾ മരം വിന്റർ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. നമ്മൾ ചെന്നപ്പോഴത്തേക്കും അന്നമോളായിരുന്നു ഓടി വന്ന് വാതിൽ തുറന്നത്. ഏവക്കുട്ടനും അന്നമോളും ഈസ്റ്റർ മേക്കപ്പുകൾ ഒന്നും മാറ്റിയിട്ടില്ല. അപ്പൊ അന്നയുടെ സിസ്റ്ററിന്റെ ബർത്ത്ഡേ ആഘോഷത്തിനായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. ഗിഫ്റ്റുകളൊക്കെ നമ്മൾ ഉച്ചയ്ക്കേ കൊണ്ടുവന്ന് കൊടുത്തിരുന്നു. അപ്പോൾ വൈകിട്ട് നമ്മൾ എത്തിയപ്പോൾ ഡിന്നർ എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് കഴിക്കാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫിനിഷിൽ ഇതിന് പീറക്കാന്ന് പറയും. പിന്നെ നല്ല ചോക്ലേറ്റ് കേക്കും. അങ്ങനെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച ശേഷം നമ്മുടെ ഇന്ത്യൻ സോങ്ങിനൊത്ത് ഏവക്കുട്ടന്റെ ഡാൻസും ഉണ്ടായിരുന്നു. അന്നമോളുടെ വകയായിട്ട് പിന്നെ മാജിക് ഷോയും. അങ്ങനെ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് സമയം രാത്രി ഏകദേശം 11:30 കഴിഞ്ഞിട്ടുണ്ട്. എന്നും രാത്രി 8 മണി 8:30 ആകുമ്പോൾ ഉറങ്ങുന്ന ഏവക്കുട്ടന് നല്ല രീതിയിൽ ഉറക്കക്ഷീണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏവക്കുട്ടൻ ഇനി ഉറങ്ങേണ്ടതുകൊണ്ട് നമ്മൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് വീട്ടിൽ പോവാണ്. അപ്പൊ കുറെ നാളായിട്ട് അന്നയും ഫാമിലിയും കാണുന്നില്ലല്ലോ എന്ന് ചോദിച്ചവരോടൊക്കെ അവരും അന്വേഷണം പറയാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അന്നമോളുടെ അമ്മ ഏവക്കുട്ടനെ ഡ്രസ്സൊക്കെ ഇടിച്ച് റെഡിയാക്കി ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. ടാറ്റാ. ഇതിന്റെ ഒരു ഫുൾ വ്ലോഗ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.